നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. 1,40,000 ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കാൻ DVLA നീക്കം. UK-യിലെ ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ ലൈസൻസിംഗ് ഏജൻസി ആയിരക്കണക്കിന് ഡ്രൈവർമാരുടെ ലൈസൻസുകൾ റദ്ദാക്കാൻ ഒരുങ്ങുന്നു. ഒരു ഡ്രൈവർ വാഹനം ഓടിക്കാൻ അനുയോജ്യനല്ലെന്ന് DVLAയ്ക്ക് തോന്നിയാൽ അവർക്ക് ലൈസൻസ് റദ്ദാക്കാനുള്ള അധികാരമുണ്ട്. ഇത് ഡ്രൈവർമാർക്ക് വാഹനം ഓടിക്കാനുള്ള നിയമപരമായ അവകാശം നഷ്ടപ്പെടുത്തുന്നു. ഡേ ഇൻഷുർ എന്ന കാർ ഇൻഷുറൻസ് കമ്പനിയുടെ കണക്കനുസരിച്ച് നിലവിൽ 1,40,792 ഡ്രൈവർമാരെ UK റോഡുകളിൽ ഓടിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിരിക്കുന്നു. അപകടകരവും അശ്രദ്ധയോടെയുമുള്ള ഡ്രൈവിംഗ് കാരണം ലൈസൻസ് റദ്ദാക്കപ്പെടുന്നവരുടെ എണ്ണം ഞെട്ടിക്കുന്നതാണെന്ന് ഡേ ഇൻഷുർ മാനേജിംഗ് ഡയറക്ടർ നിക്കോളാസ് ഷോ പറഞ്ഞു. പ്രധാനമായും മെഡിക്കൽ അവസ്ഥകൾ, പ്രത്യേകിച്ച് എപ്പിലെപ്സി, സ്ട്രോക്ക്, മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യ ദുരുപയോഗം എന്നിവ കാരണമാണ് ലൈസൻസ് റദ്ദാക്കൽ. എപ്പിലെപ്സി ബാധിതർക്ക് 12 മാസത്തേക്ക് അപസ്മാരം ഇല്ലാതിരിക്കണം. അല്ലാത്തപക്ഷം ലൈസൻസ് റദ്ദാക്കപ്പെടും. ഡോക്ടർമാർ, പോലീസ് അല്ലെങ്കിൽ ഡ്രൈവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മെഡിക്കൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ DVLA അന്വേഷണം നടത്തും. ഈ അന്വേഷണ സമയത്ത് മുൻപ് മെഡിക്കൽ കാരണങ്ങളാൽ ലൈസൻസ് റദ്ദാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഡ്രൈവർക്ക് ഡ്രൈവ് ചെയ്യാൻ അനുവാദമുണ്ട്. ലൈസൻസ് റദ്ദാക്കൽ അന്യായമാണെന്ന് തോന്നിയാൽ ഡ്രൈവർക്ക് DVLAയിലോ മജിസ്ട്രേറ്റ് കോടതിയിലോ അപ്പീൽ നൽകാം. പക്ഷേ 6 മാസത്തിനകം ഇത് ചെയ്യണം. മെഡിക്കൽ അവസ്ഥകൾ DVLAയെ അറിയിക്കാതിരുന്നാൽ 1000 പൗണ്ട് വരെ പിഴ ലഭിക്കാം. അപകടമുണ്ടായാൽ കോടതി നടപടികളും നേരിടേണ്ടി വരും. ലൈസൻസ് റദ്ദാക്കിയതിൽ ലിവർപൂൾ നഗരമാണ് പട്ടികയിൽ ഒന്നാമത്. ലൈസൻസിൽ 12 പോയിന്റിൽ കൂടുതൽ നേടുകയോ അപകടകരമായതോ അശ്രദ്ധമായതോ ആയ ഡ്രൈവിംഗ് പോലുള്ള ഗുരുതരമായ ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങൾ ചെയ്യുക എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി നിയമലംഘനങ്ങൾക്ക് ഡ്രൈവർമാർക്ക് നിരോധനം നേരിടേണ്ടി വരുമെന്ന് ബർമിംഗ്ഹാം ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ വീട് മാറുന്നതിനുള്ള ചെലവ് 45% വർദ്ധിച്ചു. ഈ വർധനവിന് പ്രധാന കാരണം സ്റ്റാമ്പ് ഡ്യൂട്ടി, നികുതികൾ, ഫീസുകൾ, സർവേകൾ എന്നിവയിലെ വർധനവാണ്. ബാർക്ലേസിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഒരു ശരാശരി വീട് വാങ്ങുന്നയാൾ 13,530 പൗണ്ട് ചെലവ് വന്നു. ഇത് കോവിഡിന് മുമ്പുള്ള 9,337 പൗണ്ടിനെ അപേക്ഷിച്ച് ഗണ്യമായ വർധനവാണ്. മാർച്ച് അവസാനത്തോടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവ് അവസാനിച്ചതോടെ നികുതി ബാധകമാകുന്ന പരിധി 2,50,000 പൗണ്ടിൽ നിന്ന് 1,25,000 പൗണ്ടിലേക്ക് കുറഞ്ഞു. ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് 4,25,000 പൗണ്ടിന് പകരം 3 ലക്ഷം പൗണ്ടിന് മുകളിലുള്ള വീടുകൾക്ക് നികുതി നൽകണം. ലണ്ടനിൽ ആദ്യമായി വീട് വാങ്ങുന്നയാൾക്ക് ഏകദേശം 7,000 പൗണ്ട് അധികം സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടി വരും. നികുതി വർധനവും ഉയർന്ന ജീവിത ചെലവും വീട് മാറുന്നവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നു. കൗൺസിൽ ടാക്സ്, ഊർജ്ജ ബില്ലുകൾ, വാടക പലിശ നിരക്കുകൾ എന്നിവയും വർദ്ധിക്കുന്നു. ബാർക്ലേസിന്റെ സർവേ പ്രകാരം 40% വീട്ടുടമകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ചെലവിനെക്കുറിച്ച് അറിവില്ല. മാർച്ചിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വർധനവിന് മുമ്പ് വാങ്ങൽ പൂർത്തിയാക്കാൻ ശ്രമിച്ചതിനാൽ മോർഗേജ് പൂർത്തീകരണം 50% വർദ്ധിച്ചു. ഈ വർധനവ് സമ്പദ്ഘടനയെ ദുർബലപ്പെടുത്തുന്നു. ബ്രാഡ്ഫോർഡ് മലയാളി സജി ചാക്കോ അന്തരിച്ചു. 2 വർഷം മുൻപ് ബാംഗ്ലൂരിൽ നിന്ന് ബ്രിട്ടനിലെത്തിയ സജി ചാക്കോ ബ്രാഡ്ഫോർഡിൽ അന്തരിച്ചു. ലീഡ്സിലെ LGI ഹോസ്പിറ്റലിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞായിരുന്നു അന്ത്യം. 2 ദിവസം മുൻപ് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ബ്രാഡ്ഫോർഡ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ലീഡ്സ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. സംസ്കാരം പിന്നീട്. ഇനി ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ. ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും ഈസ്റ്റർ തിങ്കളാഴ്ച 88-ാം വയസ്സിൽ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രങ്ങൾ ഉൾപ്പെടുന്നു. നിരവധി ലോക നേതാക്കൾ പോപ്പിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ടെങ്കിലും അനേകരുടെ ജീവിതങ്ങളെ സ്പർശിച്ച ചാൾസ് രാജാവിൻ്റെ വാക്കുകളിലാണ് ഡെയിലി എക്സ്പ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നിരവധി പത്രങ്ങളുടെ അതേ തലക്കെട്ട് തന്നെയാണ് ഡെയിലി സ്റ്റാറും ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ പുത്തൻ തലവനായിരുന്നുവെന്ന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. തിങ്കളാഴ്ച അദ്ദേഹം പക്ഷാഘാതവും ഹൃദയസ്തംഭനവും മൂലമാണ് കാലം ചെയ്തതെന്ന് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാസം ഗാസയിൽ 15 ഡോക്ടർമാരും രക്ഷാപ്രവർത്തകരും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേലി സൈനിക അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ സഹായ ഏജൻസികൾ തള്ളിക്കളഞ്ഞതായും പത്രം പറയുന്നു. ഫിനാൻഷ്യൽ ടൈംസ് അതിന്റെ ഫ്രണ്ട് പേജിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നു. തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് ഭീഷണിയുണ്ടായാൽ പാശ്ചാത്യ ലോകത്തിന് ചൈന നൽകുന്ന മുന്നറിയിപ്പും ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾക്കിടെ ഏകപക്ഷീയമായ ഭീഷണിപ്പെടുത്തലിനെ ചെറുക്കാൻ ബീജിംഗ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പത്രം പറയുന്നു. ഡെയിലി ടെലിഗ്രാഫിന്റെ ഫ്രണ്ട് പേജിൽ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ജനക്കൂട്ടത്തെ അനുഗ്രഹിക്കുന്ന ചിത്രം കാണാം.
കൂടാതെ വ്യാപാര കരാറിനെക്കുറിച്ചുള്ള പ്രതിസന്ധി ചർച്ചകൾക്കായി ചാൻസലർ വാഷിംഗ്ടണിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ US ഓഹരി വിപണിയിലെ പുതിയ കുഴപ്പങ്ങൾ പത്രം വിവരിക്കുന്നു. തിങ്കളാഴ്ച UK വിപണികൾ അടച്ചിരുന്നുവെങ്കിലും അമേരിക്കയിൽ ഓഹരികൾ ഇടിഞ്ഞു. പ്രധാന S&P 500 സൂചിക 2.4% ഇടിഞ്ഞു. കാലം ചെയ്യുന്നതിന് തൊട്ടുമുമ്പുള്ള ഈസ്റ്റർ ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ അവസാന പര്യടനത്തിനിടെ പോപ്പ് ഒരു പെൺകുട്ടിയുടെ കൈ തൊടുന്ന ചിത്രം മെട്രോയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ലോക നേതാക്കൾ അദ്ദേഹത്തിന് ഉജ്ജ്വലമായ ആദരാഞ്ജലികൾ അർപ്പിച്ചുവെന്നും പത്രം പറയുന്നു. ഐ പേപ്പർ, ഡെയിലി മിറർ, ദി ഇൻഡിപെൻഡന്റ് തുടങ്ങിയ പത്രങ്ങളെല്ലാം ദരിദ്രർക്കും മറക്കപ്പെട്ടവർക്കും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ ജനങ്ങളുടെ പോപ്പായിരുന്നു ഫ്രാൻസിസ് പോപ്പെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാമായിരുന്നു ഇന്നത്തെ പത്രവിശേഷങ്ങൾ. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. UK ഗവൺമെന്റ് ആദ്യമായി വിദേശ കുറ്റവാളികളുടെ കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. ഹോം സെക്രട്ടറി യെവറ്റ് കൂപ്പർ ഈ വർഷാവസാനത്തോടെ ഈ ഡേറ്റ പുറത്തിറക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഡീപ്പോർട്ടേഷന് കാത്തിരിക്കുന്ന വിദേശ പൗരന്മാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ ലീഗ് ടേബിൾ പ്രസിദ്ധീകരിക്കും. അൽബേനിയക്കാർ, റൊമേനിയക്കാർ, പോളിഷ്കാർ എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുറ്റവാളികളുടെ കവർച്ച, മോഷണം, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. മുൻപ് ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ ഈ ഡേറ്റ ശേഖരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് വാദിച്ചിരുന്നു. എന്നാൽ കൂപ്പർ ഈ തടസ്സങ്ങൾ മറികടന്ന് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഉത്തരവിട്ടു. ഇതുവരെ ഇത്തരം വിവരങ്ങൾ ഔദ്യോഗികമല്ലാതെ ദി ടെലിഗ്രാഫ്, ക്യാമ്പയിൻ ഗ്രൂപ്പുകൾ എന്നിവ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ അഭ്യർത്ഥനകൾ വഴി മാത്രമാണ് പുറത്തുവിട്ടിരുന്നത്. ഈ നീക്കം അടുത്ത മാസം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ്. ടോറികളും റിഫോം UK പാർട്ടിയും ഇമിഗ്രേഷൻ ആശങ്കകൾ ഉപയോഗിച്ച് ലേബർ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നതിന് ചെറുക്കുന്നതിനുള്ള ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. ഈ ഡേറ്റ പ്രസിദ്ധീകരിക്കുന്നത് വഴി വിദേശ പൗരന്മാരുടെ കുറ്റകൃത്യ നിരക്കിനെക്കുറിച്ച് സുതാര്യത വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇത് സാമൂഹിക സംഘർഷങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഏറ്റവും പുതിയ ഡേറ്റ കാണിക്കുന്നത് 2024 അവസാനത്തോടെ നാടുകടത്തലിനായി കാത്തിരിക്കുന്ന വിദേശ കുറ്റവാളികളുടെ എണ്ണം 19,244 എന്നാണ്. ജൂലൈയിൽ കൺസർവേറ്റീവുകൾ ഓഫീസ് വിട്ടപ്പോൾ ഇത് 17,907 ആയിരുന്നു. എല്ലാ ആനുകൂല്യങ്ങളും അവകാശപ്പെടുന്നവരുടെ 3 മാസത്തെ സ്റ്റേറ്റ്മെന്റുകൾ DWP ബാങ്കുകളോട് ആവശ്യപ്പെട്ടു. ഡിപ്പാർട്ട്മെന്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷൻസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുടെ ബാങ്ക് വിവരങ്ങൾ ശേഖരിക്കാൻ ബാങ്കുകൾക്ക് പുതിയ അധികാരങ്ങൾ നൽകുന്നു. എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നവരുടെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ബാങ്കുകൾ DWPക്ക് നൽകണമെന്നാണ് പുതിയ നിർദ്ദേശം. എന്നാൽ ഇത് സ്വകാര്യതയ്ക്ക് ഭീഷണിയും ഡേറ്റ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. ആനുകൂല്യങ്ങളുടെ തെറ്റായ ഉപയോഗം തടയുകയും സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്തുകയുമാണ് DWP ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ ഇത് ദുർബല വിഭാഗങ്ങളായ വികലാംഗർ, പ്രായമായവർ, കുറഞ്ഞ വരുമാനക്കാർ എന്നിവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന ആശങ്കയുണ്ട്. DWPയുടെ ഈ നീക്കത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ചില സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.